ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് ആണ്. ക്രോസ് ബീറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇഗ്നൈറ്റ് S2 എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 4999 രൂപയാണ്. പക്ഷേ ഒരു പ്രീ ഓർഡർ ഡിസ്കൗണ്ട് ആയിട്ട് 500 രൂപയും കൂടെ അവർ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. സോ 4499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാച്ച് കിട്ടും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ള ഒരു വാച്ച് വേറെ അധികം ഇല്ല. ഈ വാച്ചിന്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ 1.55 ഇഞ്ചിന്റെ HD IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ എഡ്ജ് ടു എഡ്ജ് ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഇതിനുള്ളത്. പിന്നെ ഒരു ഫുൾ ബോഡി മെറ്റൽ കേസ് ആണ് വരുന്നത്. ഈ വാച്ചിന്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 300 mAh ബാറ്ററിയാണ് വരുന്നത്. ഒരു നോർമൽ യൂസേജ് വെച്ച് നോക്കുകയാണെങ്കിൽ 7 days വരെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടും. ബട്ട് നന്നായിട്ട് ബ്ലൂടൂത്ത് കോളിംഗ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 2-3 ഡേയ്സിനടുത്തേ കിട്ടത്തുള്ളൂ. അതല്ല സ്റ്റാൻഡ് ബൈ ടൈം നോക്കുകയാണെങ്കിൽ നമുക്ക് 20 days സ്റ്റാൻഡ് ബൈ ടൈം കിട്ടുന്നുണ്ട്. ഈ വാച്ചിൽ 10 സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. അതുകൂടാതെ ഡൈനാമിക് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് വരുന്നുണ്ട്, ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് വരുന്നുണ്ട്, ബ്ലഡ് ഓക്സിജൻ ലെവൽ മോണിറ്ററിംഗ് വരുന്നുണ്ട്, അതുപോലെ പെഡോമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാച്ചിന്റെ അൺബോക്സിംഗും റിവ്യൂ നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതാണ് വാച്ച് വരുന്ന ബോക്സ്. നല്ല ബ്ലാക്ക് കളറിൽ കോമ്പാക്ട് സൈസിലുള്ള ബോക്സ് ആണ്. നല്ല സ്റ്റൈലിഷ് ബോക്സ് ആണ്. മേലെ നമുക്കിവിടെ ക്രോസ് ബീറ്റ്സിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇഗ്നൈറ്റ് സീരീസ് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇഗ്നൈറ്റ് S2. ബോക്സിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഈ വാച്ചിന്റെ കോൺഫിഗറേഷൻ കാണാം. iOS-ഉം ആൻഡ്രോയിഡ് ഫോൺസ് ആയിട്ട് ഇത് കോമ്പാറ്റബിൾ ആണ്. അതുപോലെ നമ്മൾ സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ റൊട്ടേറ്റിംഗ് ക്രൗൺ ബട്ടൺ ഉണ്ട്, അതുപോലെ ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, ഇൻബിൽറ്റ് സ്ലീപ്പ് മോണിറ്ററിംഗ് ഉണ്ട്, IP68 വാട്ടർ പ്രൂഫ് ആണ്, അതുപോലെ 11 സ്പോർട്സ് മോഡ് ഉണ്ട്. പിന്നെ ഇതിന്റെ കേസ് വരുന്നത് ഫുൾ മെറ്റൽ ആണ്. അതുപോലെ ഡൈനാമിക് ഹാർട്ട് റേറ്റ് ട്രാക്കിംഗ് ഉണ്ട്. പിന്നെ 15 days വരെ ബാറ്ററി നിൽക്കുന്ന പറയുന്നത്. ബ്ലൂടൂത്ത് കോളിംഗ് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2-3 days ഒക്കെ നിൽക്കാൻ ചാൻസ് ഉള്ളൂ. വാച്ച് അൺബോക്സ് ചെയ്യാം. അങ്ങനെ ഹെല്ലോ കാർഡാണ് കാണുന്നത്. ഓക്കെ, ഇത് വാറന്റിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു കിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. അതിന്റെ സ്ക്രീനിൽ ഒട്ടിച്ചിരുന്നതാണ്. ഓക്കെ, പിന്നെ ഒരു ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ഇതാണ് ഇഗ്നൈറ്റ് S2. ഒറ്റ നോട്ടത്തിൽ ആപ്പിൾ വാച്ച് എന്നേ പറയത്തുള്ളൂ. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ ഒരു പോർഷൻ മെറ്റലാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ബൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. വാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ കാണുന്ന റൊട്ടേറ്റിംഗ് ക്രൗണിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ ലെവലിൽ കയറി വരുന്ന പോലെ കാണാൻ പറ്റും. ഇടയ്ക്ക് വെച്ച് നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ അത് ബൂട്ട് ആകത്തില്ല. അപ്പോൾ ഫുൾ ആകുന്നതും വരെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. ഓക്കെ, ഇപ്പോൾ അത് ബൂട്ടായിട്ടുണ്ട്. ക്രോസ് ബീറ്റ്സ് എന്നുള്ള ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബൂട്ടായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് കൊടുക്കാം. ഇങ്ങനെ ഒരു വാച്ച് ഫേസിലാണ് വരുന്നത്. ഈ ക്രൗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് വാച്ച് ഫേസസ് ഇങ്ങനെ മാറ്റാൻ പറ്റും. ഓക്കെ, നമ്മളതുപോലെ മേലെ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കും. നമ്മൾ താഴെ നിന്ന് മേലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് മോഡിൽ ഇടാനും, അതുപോലെ നമുക്ക് ബ്ലൂടൂത്ത് 3.0 ടേൺ ഓൺ ചെയ്യാനും ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് സെറ്റിംഗ്സ് എടുക്കാൻ പറ്റും. പിന്നെ നൈറ്റ് മോഡ് ആക്കാൻ പറ്റും, ബ്രൈറ്റ്നസിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് താഴെ നിന്ന് മേലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ്. ആദ്യത്തെ ഫ്ലൈറ്റ് മോഡാണ്. പിന്നെ അടുത്ത് വരുന്നത് വൈബ്രേഷൻ ടേൺ ഓൺ ചെയ്യുന്നതും ടേൺ ഓഫ് ചെയ്യുന്നതുമാണ്. പിന്നെ മൂന്നാമത്തെ ബ്ലൂടൂത്ത് 3.0 ടേൺ ഓൺ ചെയ്യുന്നതും ടേൺ ഓഫ് ചെയ്യുന്നതും. പിന്നെ ഇത് സെറ്റിംഗ്സ്. സെറ്റിംഗ്സിൽ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വരുന്ന പവർ ഓഫ് ആണ്. പിന്നെ ഫാക്ടറി റീസെറ്റ്, പിന്നെ ലാംഗ്വേജ് മാറ്റുന്നത്, പിന്നെ എബൌട്ട് ഡിവൈസിന്റെ ഡീറ്റെയിൽസ് കാണിക്കും. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ സ്പോർട്സ് മോഡ് ഉണ്ട്. ഇവിടെ റണ്ണിങ് ഉണ്ട്, വാക്കിംഗ് ഉണ്ട്, സൈക്ലിംഗ്, ക്ലൈംബിംഗ്, ട്രെഡ്മില്ല്, സ്പിന്നിങ്, യോഗ, ബാസ്കറ്റ്ബോൾ. അപ്പം അങ്ങനെയുള്ള സ്പോർട്സ് മോഡ്സ് ഉണ്ട്. പിന്നെ ഹെൽത്ത് മാനേജ്മെന്റിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഹാർട്ട് റേറ്റ്. ഹാർട്ട് റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുക്കാം. പിന്നെ അടുത്തത് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ആണ്. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ക്യാമറ വരും. ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോണിന്റെ ക്യാമറ നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ മ്യൂസിക്. പിന്നെ അലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ സ്റ്റോപ്പ് വാച്ച്. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ SpO2 ബ്ലഡ് ഓക്സിജൻ ലെവൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ വരും. പിന്നെ സ്റ്റെപ്സ് കൗണ്ട്, പെഡോമീറ്റർ. പിന്നെ സ്ലീപ്പ് മോണിറ്ററിംഗ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇത് വെതർ. ഫോണായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാലേ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കത്തുള്ളൂ. നമ്മൾ വീണ്ടും ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് വരും. നേരത്തെ കണ്ട അതേ സെറ്റിംഗ്സ് തന്നെ. പിന്നെ ഫൈൻഡ് മൈ ഫോൺ ഉള്ള ഓപ്ഷൻ. ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ നമുക്ക് ഒരു വൈബ്രേഷൻ പ്ലസ് ഒരു റിങ് വരും. പിന്നെ ഷെഡ്യൂൾ ടാസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ കൗണ്ട് ഓൺ ടൈമർ. വീണ്ടും ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
സിരി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് അസിസ്റ്റന്റിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഇഗ്നൈറ്റ് S2 iOSന്റെ അസിസ്റ്റന്റ് ആയ സിരിയുടെ സപ്പോർട്ടും ഉണ്ട്, അതുപോലെ ആൻഡ്രോയിഡിന്റെ അസിസ്റ്റന്റ് ആയ ഗൂഗിൾ അസിസ്റ്റന്റിന്റെ സപ്പോർട്ടുണ്ട്. ബട്ട് അവർക്കിത് അസിസ്റ്റന്റ് എന്ന് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിന് പകരം അവർ സിരി എന്നുള്ള അസിസ്റ്റന്റിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത കോൾ. നമുക്ക് കോൾ ബുക്കിനകത്ത് നമ്മുടെ ഫോണായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട്സ് കാണിക്കും. പിന്നെ ഡയൽ, നമുക്ക് ഇവിടെ നിന്ന് ഡയൽ ചെയ്യാം, എന്നിട്ട് കോൾ ചെയ്യാം. ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫോണിൽ നിന്ന് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഓപ്ഷൻ QR കോഡാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കാണിക്കാം. ഈ QR കോഡ് ഞാൻ ഫോണിൽ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നു. അപ്പം നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഇവിടെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ആയി. ഇപ്പം ആപ്പിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് കിട്ടുന്നത്. അടുത്ത് നമുക്ക് ഡിവൈസിൽ പോവുക, എന്നിട്ട് സെറ്റിംഗ്സിൽ പോവുക, വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ളത് കൊടുക്കുന്നു. ഞാൻ ബ്ലൂടൂത്ത് ടേൺ ഓൺ ചെയ്യുന്നു. ഇത് സെർച്ചിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിവൈസിൽ നമുക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. കണക്റ്റ് ആയിട്ടുണ്ട്, ആപ്പുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. കൺഫേം കൊടുക്കുക. പെയർ ആൻഡ് കണക്ട്. അലോ ആക്സസ് യുവർ കോൺടാക്ട്സ് ആൻഡ് കോൾ ഹിസ്റ്ററി. പെയർ കൊടുക്കുന്നു. നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാച്ച് ഫേസ് ഈ ആപ്പിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് കാണാം വാച്ച് ഫേസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, മെസ്സേജ് പുഷ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ വേണ്ട പെർമിഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇൻകമിംഗ് കോളിന് നമ്മളത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോലെ കാണിക്കും ഇൻകമിംഗ് കോളിൻ്റെ. SMS-ന്റെയും സെയിം കേസ് തന്നെയാണ്. അതുപോലെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാച്ചിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്സ് ലിസ്റ്റ് ചെയ്യും. ആപ്പിളിന്റെ iWatchലുള്ള സെയിം ഒരു ഫോർമാറ്റിലാണ്. ഇങ്ങനെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഓരോ ആപ്പിലേക്ക് നമുക്ക് പോകാം. അതല്ലാതെ നമുക്ക് ഈ ക്രൗൺ ബട്ടൺ തിരിച്ചിട്ട് നമുക്ക് സൂം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കാം. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ ഞാൻ കണ്ടൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല. സൂം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ക്രൗൺ ബട്ടൺ തിരിക്കുക തന്നെ വേണം. ബട്ട് നമുക്ക് 2 ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വാച്ചിലെ ക്യാമറ ഓപ്ഷൻ നമ്മുടെ ഫോണിന്റെ ഡീഫോൾട്ട് ക്യാമറ ആപ്പായിട്ട് അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ക്രോസ്ബീറ്റ്സിന്റെ ആപ്പ് എടുക്കുക. ആപ്പ് എടുത്തിട്ട് മീ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ക്യാമറ എന്നുള്ള ഓപ്ഷൻ കാണും. ഇപ്പം ഇവിടെ ഒരു ക്യാമറ ഫീച്ചർ ഓപ്പൺ ആയി വരും. ഇനി നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്ക് ഈ ക്രൗണിൽ പ്രസ് ചെയ്താലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ഡീഫോൾട്ട് ക്യാമറ ആപ്പായിട്ട് വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. ഇത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനകത്തോട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം. അടുത്ത നമുക്ക് മ്യൂസിക് ഓപ്ഷൻ നോക്കാം. മ്യൂസിക് ഓപ്ഷൻ എടുത്തു. വാച്ച് ഫോണായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്റ്റഡ് ആണ്. ഫോണിൽ ഞാൻ യൂട്യൂബ് മ്യൂസിക് എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വാച്ച് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. കണ്ടോ, നെക്സ്റ്റ് സോങ് പോയി. പോസ് ചെയ്യാം, പ്ലേ ചെയ്യാം, ഒരു പ്രീവിയസ് ചെയ്യാം, സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ബട്ട് ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സോങ് കേൾക്കുന്നത് വാച്ചിലൂടെയാണ്, ഫോണിലൂടെയല്ല. ഇപ്പം എനിക്ക് സോങ് ഫോണിൻ്റെ സ്പീക്കർ വഴി കേട്ടാൽ മതി, അങ്ങനെയാണ് എൻ്റെ റിക്വയർമെൻ്റ് എങ്കിൽ ഫോൺ എടുക്കുക, ബ്ലൂടൂത്ത് സെറ്റിങ്ങിൽ പോവുക, ബ്ലൂടൂത്ത് 3.0 എന്നുള്ളത് സെറ്റിംഗ് എടുക്കുക, അതിൽ മീഡിയ ഓഡിയോ എന്നുള്ളത് ഡിസേബിൾ ചെയ്യുക. മീഡിയ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഞാൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വാച്ചിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പ്ലേ എടുത്താൽ ഫോണിലൂടെ കേൾക്കത്തുള്ളൂ, പക്ഷേ എനിക്ക് വാച്ച് വഴി ഒരു കൺട്രോളും ഇല്ല. നോർമലി നമ്മൾ ഫോണിൽ പാട്ട് വെച്ചിരിക്കുന്ന പോലെ തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ, വാച്ചിൽ ഈ മ്യൂസിക് ഓപ്ഷൻ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് സോങ്സ് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വാച്ചിന്റെ സ്പീക്കറിലൂടെ തന്നെ സോങ് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളത് സെറ്റിംഗ്സിൽ പോയി മീഡിയ ഓഡിയോ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് വഴി കൺട്രോൾ ഇല്ല. ഫോൺ വഴി പ്ലേ ചെയ്യും, നമ്മൾ നോർമലി ഫോണിൽ സോങ്സ് പ്ലേ ചെയ്യുന്ന പോലെ പ്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ഒരു ബഗ്ഗാണെന്ന് എനിക്ക് തോന്നുന്നു. അതും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനകത്തൂടെ ഫിക്സ് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം.
അടുത്ത ഫൈൻഡ് മൈ ഫോൺ എന്നുള്ള ഓപ്ഷനാണ്. ഞാൻ അതിൻ്റെ ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്കും ഫോണിൽ അതിൻ്റെ റിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോണിലുള്ള കോൺടാക്ട്സ് വാച്ചായിട്ട് സിങ്ക് ചെയ്യാൻ വേണ്ടി ആപ്പിനകത്ത് ഡിവൈസിൽ കയറുക, താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് കോൺടാക്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സിങ്ക് ആയിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. ഈ കോൾ ബുക്കിലുള്ള ഒരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ഒരു കോൺടാക്ട് സെർച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മൾ ആ കോൺടാക്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഡയൽ ചെയ്യേണ്ടി വരും. നമുക്കിപ്പോൾ ഡയറക്റ്റ് ഡയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയൽ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് വേണ്ട നമ്പർ ഡയൽ ചെയ്യാം. ഇങ്ങനെ ഡയൽ ചെയ്യാം. അപ്പം ഫോണിനകത്ത് നിന്നും കോൾ പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇൻകമിംഗ് കോൾ വരുമ്പോഴുള്ള സ്ക്രീൻ നോക്കാം എങ്ങനെയാണ്. വാച്ചിനകത്ത് നോട്ടിഫിക്കേഷൻ വന്നില്ല. അപ്പം അതിനായിട്ട് അത് എനേബിൾ ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പ് എടുത്തിട്ട് മെസ്സേജ് പുഷ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഇൻകമിംഗ് കോൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. ഫൈനൽ വേർഡിക്റ്റ് പോലെ പറയുകയാണെങ്കിൽ ഈ വാച്ചിന് കുറേ പോസിറ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. പോസിറ്റീവ് സൈഡ്സ് നോക്കുകയാണെങ്കിൽ ഒരു ആപ്പിൾ വാച്ചിനോട് സിമിലർ ആയിട്ടുള്ള സ്റ്റൈലിഷ് വാച്ച് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ 4499 രൂപയ്ക്ക് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ള ഒരു സ്മാർട്ട് വാച്ച് കിട്ടും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ള സ്മാർട്ട് വാച്ചസ് കുറവാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ബെസ്റ്റ് ബൈ ആയിരിക്കും. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 1.55 ഇഞ്ചിന്റെ ഒരു IPS HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ എഡ്ജ് ടു എഡ്ജ് ടെമ്പേർഡ് പ്രൊട്ടക്ഷൻ ഉണ്ട് അതിന്. അതുപോലെ തന്നെ നല്ലൊരു പിക്സൽ ഡെൻസിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 30 മിനിറ്റ്സിൽ 50% ചാർജ് ആകും. ഇനി നെഗറ്റീവ് സൈഡ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് കുറച്ച് ബഗ്സ് ഉണ്ട്. ആ ബഗ്സ് ഒക്കെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനകത്തോടെ ശരിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോയിൽ കണ്ടപോലെ ക്യാമറ കൺട്രോൾസ് നമ്മൾ ക്രോസ് ബീറ്റ്സിന്റെ ആപ്പ് വഴിയുള്ള ക്യാമറയിലൂടെ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ മ്യൂസിക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വാച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ വാച്ചിന്റെ സ്പീക്കറിനകത്തോട് മാത്രമേ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊരു നെഗറ്റീവാണ്. വേറൊരു നെഗറ്റീവ് ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതായത് നമുക്കൊരു ഇൻകമിംഗ് കോൾ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഫോണിൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് കോൾ നമുക്ക് കേൾക്കേണ്ടത് ഫോണിലൂടെ ആണെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് സെലക്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിന്റെ സ്പീക്കറിലൂടെ ആയിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതുപോലെ 1-2 മൈനർ ബഗ് കൂടെ ഉണ്ട്. വാച്ചിന്റെ കോൾ ഫെസിലിറ്റി യൂസ് ചെയ്യുമ്പം നമുക്ക് ആ ഡയൽ പാഡിൽ നമുക്ക് ഹാഷ് എന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമുക്കിപ്പോൾ ഒരു വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മെസ്സേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് ആ മെസ്സേജ് ഓപ്പൺ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇത് ആരാണ് സെൻഡ് ചെയ്തത് എന്ന് കാണിക്കില്ല. നമ്മൾ ജസ്റ്റ് ബാക്ക് പോയാലും നമുക്ക് ആ സെൻറ്ററിനെ കാണിക്കത്തുള്ളൂ. ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാലും ഈ സെയിം ഒരു പ്രശ്നമുണ്ട്. അതായത് ഗ്രൂപ്പ് മെസ്സേജ് കാണിക്കും, കണ്ടന്റ് കാണിക്കും, പക്ഷേ ഏത് ഗ്രൂപ്പിൽ നിന്നുള്ള പേര് അതിൻ്റെ ടോപ്പിൽ കാണിക്കില്ല. നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ചാലേ കാണിക്കുള്ളൂ. ഈ രണ്ട് പറഞ്ഞ കാര്യങ്ങളും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനകത്തോടെ ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അടുത്ത ഫേംവെയർ അപ്ഡേറ്റ്സിൽ കമ്പനി ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രൈസ് റേഞ്ചിൽ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടും ഇത്രയും ഫീച്ചേഴ്സും അതുപോലെ ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചറും ഉള്ള ഒരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് വേറെ അധികം കാണാൻ കിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ബെസ്റ്റ് ബൈ ആയിരിക്കും. ഞാൻ എൻ്റെ വീഡിയോയിൽ റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ്സിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കേസ് എനിക്കിത് പെയ്ഡ് റിവ്യൂ അല്ല. ഇത് ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ ബ്രദറോ എൻ്റെ കസിൻസൊക്കെ മേടിക്കുന്ന പ്രൊഡക്ട്സാണ് ഞാനിവിടെ റിവ്യൂ ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ പിന്നീട് അവർ പറയരുത് എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഇത് മേടിച്ചത്, അപ്പോൾ അവർക്ക് ഒരു പണി കിട്ടി എന്നുള്ള രീതിയിൽ പറയരുത്. അപ്പോൾ അതുകൊണ്ടാണ് പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് നോയ്സ് ഫിറ്റ് എൻഡ്യൂറിൻ്റെ വീഡിയോ, അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്നത്. അറൗണ്ട് 10K ഇപ്പോൾ ആയിട്ടുണ്ട്. താങ്ക് യു ഓൾ ഫോർ ദാറ്റ്. അപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് ആ വാച്ച് ഇപ്പോഴും ഒരു കംപ്ലൈൻറ്റ് ഇല്ല. അപ്പം ഞാനത് 2020 ആ വാച്ച് മേടിച്ചത്. സ്റ്റിൽ അത് ഒരു പ്രശ്നമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ 2021 ഇറങ്ങിയ മോഡൽസിനൊക്കെ ഡിസ്പ്ലേക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. എൻ്റെ 1-2 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തു, ലൈക്ക് ഡിസ്പ്ലേക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്, ഫ്ലിക്കറിങ് ഇഷ്യൂ ഉണ്ട്, സർവീസ് ചെയ്താൽ കൊടുത്തു കഴിഞ്ഞിട്ടും വീണ്ടും ആ സെയിം ഇഷ്യൂ വരുന്നുണ്ട് എന്ന് കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞു. ബട്ട് എൻ്റെ വാച്ചിന് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. മേ ബി 2021 മോഡലിന് മാത്രമായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും. അങ്ങനെയുള്ള മെസ്സേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഈ കാര്യം കൂടെ ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നി. അടുത്തൊരു വീഡിയോയിൽ ഞാൻ നോയ്സ് ഫിറ്റ് എൻഡ്യൂറിൻ്റെ ഒരു വീഡിയോ ഇടുന്നതാണ്. സ്റ്റിൽ വർക്കിംഗ് ആണ് എന്ന് കാണിക്കാനുള്ള ഒരു വീഡിയോ ഇടുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കീപ് സപ്പോർട്ടിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.